ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ മേധാവി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലാണ്. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയാണ് അവസ്ഥ എന്നൊന്ന് നമുക്ക് നോക്കാം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 6 വിഭാഗങ്ങളിലായി 27 ഡോക്ടർമാരുടെ ഒഴിവുകളാണുള്ളത്. ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ ആകെ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ആകെയുള്ള ചൊവ്വാഴ്ച ദിവസത്തെ ഡോക്ടറുടെ ഒപിയിൽ ആദ്യം എത്തുന്ന 150 രോഗികൾക്ക് മാത്രമാണ് ഡോക്ടറെ കാണാൻ അവസരമുള്ളത്. വർഷം കൊണ്ട് ഇതിനകത്ത് കയറി ഇറങ്ങി നടക്കും. നമ്മളെ നിവൃത്തിയുണ്ടെങ്കിൽ പോയി പ്രൈവറ്റ് ആയിട്ട് ചെയ്യത്തില്ലേ. ഇപ്പൊ ചികിത്സ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ഇങ്ങനെ കിടക്കും, വിടും, പോവും, വരും, ഇതൊക്കെ തന്നെ ഉള്ളു. ഇത് വർഷങ്ങളല്ലേ? പുറത്ത് മേടിക്കാൻ പറയാം. ഞങ്ങൾ ഹാർട്ടിന്റെ ഡോക്ടറെ കണ്ടിട്ടില്ല. ഹാർട്ട് മാറി വെക്കേണ്ട ആളാണ്. രാവിലെ വന്ന് ചീട്ടെടുക്കാൻ ക്യൂ നിൽക്കണം. പിന്നെ ആ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അകത്ത് വേറെ ക്യൂ നിൽക്കണം. പിന്നെ പ്രഷറിന് ക്യൂ നിൽക്കണം. പിന്നെ ഡോക്ടറെ കാണാൻ നിൽക്കണം. അവിടുന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് മരുന്ന് കിട്ടത്തുള്ളൂ. അവിടെ മരുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. നിലവിലുള്ള പോസ്റ്റുകളിലെല്ലാം തന്നെ ഡോക്ടർമാർ നിയമിക്കപ്പെട്ടാൽ പോലും ചികിത്സാ രംഗത്ത് മറ്റ് ആശുപത്രികളില്ലാത്ത ജില്ലയിൽ അത് അപര്യാപ്തമായ അവസ്ഥയാണ്. രോഗനിർണയത്തിന് നിർണായക പങ്ക് വഹിക്കേണ്ട റേഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 2 ഡോക്ടർമാരാണ്. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് വിഭാഗങ്ങളിലായി 5 ഒഴിവുകളാണ് റേഡിയോളജിയിൽ നിലനിൽക്കുന്നത്. ജനറൽ സർജറി വിഭാഗത്തിൽ 18 അസിസ്റ്റന്റ് പ്രൊഫസർമാർ വേണ്ടെടുത്ത് ആകെയുള്ളത് 9 പേർ മാത്രമാണ്. ഓരോ കാര്യത്തിനും ഓരോ സ്റ്റാഫിന്റെ കാര്യത്തിനും അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും അവരെ പറയാം അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഒരു ആരും നമ്മളോട് സഹായിക്കാനില്ല ഇവിടുത്തെ സ്റ്റാഫുകൾ. ഞാൻ അമ്മയെ ഒരു ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സിറ്റിനോട് ഞാൻ പറഞ്ഞു. അമ്മ പറയാ, ഞാൻ അവരോട് പറഞ്ഞപ്പോൾ പറയും മറ്റവരോട് പറയാം നിന്റെ പണി പോയി നോക്കാൻ. ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗമാണ് പരിതാപകരം. ആകെ ഉണ്ടായിരുന്ന 2 ഡോക്ടർമാരിൽ ഒരാൾ രാജിവെച്ച് ആലപ്പുഴയിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. പിന്നെയുള്ള ഒരു ഡോക്ടർക്കാകട്ടെ ഒപിയിൽ പരിശോധിക്കാൻ കഴിയുന്നത് 150 രോഗികളെ മാത്രം. 300 മുതൽ 350 രോഗികൾ വരെ ദിവസേന എത്തുന്ന ഒപിയിൽ ആദ്യം എത്തുന്നവർക്ക് മാത്രമാണ് പരിഗണന. 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവാണ് ഉള്ളത്. ഏറ്റവും അധികം തിരക്കേറിയ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ 6 ഒഴിവുകളാണ് നികത്താനുള്ളത്. ന്യൂറോളജിയിലെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും രാജിവെച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ദേശീയപാത ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്നയിടത്തുള്ള ആശുപത്രി ആയതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ പരിക്കേറ്റെത്തുന്നവരുടെ എണ്ണം ധാരാളമാണ് ആശുപത്രിയിൽ. വയറിൽ ആന്തരിക രക്തസ്രാവവുമായി എത്തിയ ആളുകളെ ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ ആളില്ലാത്തതുകൊണ്ട് ജീവൻ പണയം വെച്ച് അടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ്. ഹൗസ് സർജന്മാർ കൂടി ഇല്ലാതായതോടെ അതീവ ദയനീയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സാഹചര്യം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിൽ വാസ്തവമുണ്ടെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ഇന്നലെ ആശുപത്രിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഡോക്ടർ ഹാരിസ് ഹസനിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തി. വിവിധ വകുപ്പ് മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഡോക്ടറുടെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറിന്റെ തുറന്നു പറച്ചിലുകളിൽ കഴമ്പുള്ളതായി തന്നെയാണോ ഈ സംഘം എത്തുന്ന നിഗമനം? പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, പർച്ചേസ് ഓർഡർ ഒന്നും പെൻഡിംഗ് ഇല്ല എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. ശ്രീജ, ഉയർന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന നിഗമനത്തിലേക്ക് ഈ വിദഗ്ധ സമിതി എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർ ഹാരിസ് ചരക്കിലെ മൊഴി രേഖപ്പെടുത്താനായി എത്തിയപ്പോൾ ഈ യൂറോളജി വിഭാഗത്തിന് പുറമെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിലും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവുണ്ട്, അത് ഒരു ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ട് എന്ന കൃത്യമായൊരു ബോധ്യത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഈ സിസ്റ്റത്തിലെ അപര്യാപ്തതകൾ, അങ്ങനെ ഒരു അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട്. സിസ്റ്റത്തിൽ ചില പോരായ്മകളുണ്ട്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാത്രം പ്രശ്നമല്ല. സമാനമായ തരത്തിൽ പൊതുജനാരോഗ്യ രംഗത്ത് ഇങ്ങനെയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു പരാമർശം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് വിവരം. അങ്ങനെയാണ് എങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് ഈ ആഴ്ച തന്നെ ഈ വിദഗ്ധ സമിതി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 4 വിദഗ്ധ സമിതി ഈ റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ട് തുടർന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറുമ്പോൾ തുടർ നീക്കങ്ങൾ അടിയന്തരമായി തന്നെ
ആരോഗ്യ മേഖലയെ മുഴുവൻ പ്രതിരോധത്തിലാക്കിയ ഈ ആരോപണങ്ങളിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് സാഹചര്യങ്ങൾ നീളുന്നത്. ഡാൻ, ഈ വിഷയത്തിൽ ഡോക്ടർ ഹാരിസിന് മെഡിക്കൽ കോളേജിനകത്തു നിന്നും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടനകളിൽ നിന്നുമൊക്കെ ആദ്യഘട്ടത്തിൽ കിട്ടിയ പിന്തുണ നമ്മൾ കണ്ടതാണ്. KJMCT അടക്കം അദ്ദേഹത്തിന് പിന്തുണയുമായി വന്നിരുന്നു. ആ പിന്തുണയ്ക്കപ്പുറത്തേക്ക് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ രംഗത്തേക്ക് കൂടി എത്തുകയാണോ KJMCT? ഇന്നിപ്പോ ഡോക്ടേഴ്സ് ഡേയിൽ അവരുടെ പ്രതിഷേധ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് താൻ ഒരു വ്യക്തിയല്ല, താൻ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, മറ്റ് വകുപ്പ് മേധാവികളുടെ പിന്തുണ തനിക്കുണ്ട് എന്നായിരുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാരുടെ സംഘടനകൾ ഉൾപ്പെടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്ന പറച്ചിലിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ സൂചകമായുള്ള ഒരു സംഘടിക്കൽ നടത്താൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ സംഘടനകളൊക്കെ ആശുപത്രിയിലേക്ക് ഹാരിസ് ചിറക്കലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നടത്തിയിരുന്നു. സമാനമായ തരത്തിൽ ഡോക്ടർമാരുടെ സംഘടന കൂടി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന്റെ ആരോപണം ഡോക്ടർമാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടക്കുന്നു അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്നൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നത്. ഡാനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.